പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം എപ്പോഴും അതിശയിപ്പിക്കുന്ന വിധത്തിലേക്കാണ് നമ്മുടെയൊക്കെ അകത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം ഇടയാകുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-ാം വചനം, അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാക്കാൻ ഇടവരും. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു നല്ല ഒരു ആശ്വാസം അനുഭവിക്കാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും, വലിയ ചലനങ്ങൾ ഉണ്ടാക്കും, വലിയ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കും. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അനേകരെ നേടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രാർത്ഥനയാൽ വലിയ വിടുതലും വലിയ സൗഖ്യവും വലിയ അനുഗ്രഹവും വലിയ ദൈവത്തിന്റെ സാന്നിധ്യവും അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കും. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാത്തവൻ പരാജിതനാണ്. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുന്ന മനുഷ്യർ അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആലസ്യം വരും, ക്ഷീണം വരും, ഉറക്കം വരും, മറ്റു പല വിചാരങ്ങളും ചിന്തകളും വരാൻ ഇടവരും. വേണ്ടവിധം നമുക്ക് ആർക്കും പ്രാർത്ഥിക്കാൻ അറിയില്ല എന്നാണ് റോമാലേഖനം 8:26 പറഞ്ഞത്. വേണ്ടവിധം പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ വേണ്ടാത്ത വണ്ണം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. വേണ്ടാത്ത വണ്ണമുള്ള പ്രാർത്ഥന ഒരിക്കലും ദൈവസന്നിധിയിൽ കേൾക്കത്തില്ല. അന്നേരം എങ്ങനെ പ്രാർത്ഥിക്കണം? വേണ്ടും വണ്ണം പ്രാർത്ഥിക്കണം. അങ്ങനെ വേണ്ടും വണ്ണമുള്ള പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവോട് ചേർന്ന് ദൈവാത്മാവിലുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ അകത്ത് വെളിപ്പെടും. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയാണ് യേശു കർത്താവ് നമുക്ക് മാതൃക കാണിച്ച് തന്നത്. യേശു പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്നത് കാണാൻ കഴിയും. യേശു ശിഷ്യന്മാരോടും അങ്ങനെയാ പറഞ്ഞത്, 1 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്റെ സന്നിധിയിൽ ഉണർന്നിരിക്കണം. ഉണർന്നിരുന്നില്ലെങ്കിൽ പ്രലോഭകൻ നിങ്ങളുടെ അടുക്കൽ വരും. പ്രലോഭകൻ വന്നാൽ നിങ്ങളെ ഓരോരുത്തരെയും പാപത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് പത്രോസായ പ്രമുഖൻ പറയുകയാണ്, നിന്നോടുകൂടെ ഞാൻ മരിക്കാനും തയ്യാറാണ്, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ ആ പത്രോസ് തന്നെ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവത്തിന്റെ വചനം, അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണ നിൽക്കണം. പരിശുദ്ധാത്മാവിൽ നമുക്കൊരു പ്രാർത്ഥന കൂട്ടായ്മ അനുഭവിക്കുന്നത് കൊണ്ടാണ് പത്രോസ് ഈ ഒരു പ്രാർത്ഥനയിലേക്ക് ലയിച്ചു വരാൻ കഴിയാത്ത വണ്ണമാണ് പത്രോസ് ഒരു സ്ത്രീയുടെ മുമ്പിൽ ഞാൻ അവനെ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയാൻ ഇടവന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും ദൈവവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കണം. എന്തെങ്കിലും പറഞ്ഞെന്ന് പ്രാർത്ഥിക്കാനോ എന്തെങ്കിലും ചെയ്യുന്നത് പ്രാർത്ഥനയാണെന്ന് വിചാരിക്കുവാനോ അല്ല ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കൾക്ക് സ്വർഗീയ രഹസ്യങ്ങൾ ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആത്മനിറവിലേക്ക് കടന്നു വന്ന് ആത്മാവിലൂടെയുള്ള ഒരു ജീവിതം നമ്മൾ എല്ലാവരും അനുഭവിച്ച് പ്രാർത്ഥനായ അനുഭവത്തിലൂടെ കടന്നു പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ കുറെ സമയം എന്തെങ്കിലും ചെല്ലുന്നതല്ല പ്രിയമുള്ളവരെ പ്രാർത്ഥന. അങ്ങനെ ചെയ്യുന്നതാണ് പ്രാർത്ഥനയെന്ന് വിചാരിച്ചുകൊണ്ട് രാപ്പകലില്ലാതെ നമ്മൾ എന്തെങ്കിലും ചെല്ലിയതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നമുക്കൊന്നും കിട്ടുന്നില്ല. ദൈവത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ ആത്മമണ്ഡലത്തിൽ ത്രിത്വത്തിന്റെ തലത്തിൽ ദൈവവുമായിട്ടുള്ള നമുക്കൊരു നല്ല കൂട്ടായ്മ ഉണ്ടാകണം. പ്രഭാതത്തിലോ പ്രദോഷത്തിലോ
നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വ്യക്തിപരമായി ഒരു പ്രാർത്ഥന നമുക്ക് അനുഭവിക്കാൻ ഇടയാകണം. എൻ്റെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ട്. ഞാൻ ആ കർത്താവിനെ അനുഭവിച്ച് പ്രാർത്ഥനയിലൂടെ വേണം മുന്നേറാൻ. പ്രാർത്ഥിക്കാത്തവരെല്ലാവരും പരാജയം അനുഭവിക്കും. അവർക്കൊരിക്കലും ദൈവത്തിന്റെ കൃപയെ അനുഭവിക്കാൻ കഴിയാതെ പോകും. ഇന്ന് നമുക്ക് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം, കർത്താവേ, എല്ലാ ദൈവമക്കളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഈ വചനം കേൾക്കുന്നവരുടെ അകത്ത് എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രേരണ കൊടുക്കേണ്ടതിനാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവിന്റെ ആത്മാവ് ശക്തമായി അവരുടെ അകത്ത് ഇടപെടണം, എല്ലാവരെയും ബലപ്പെടുത്തണം. ഈ പ്രഭാതം ഒരു അനുഗ്രഹമാക്കി മാറ്റണം. ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് കടന്നു പോകാൻ അവരെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.